രാജ്യത്തെ അപമാനിച്ച് കോൺഗ്രസ്. ഭാരതത്തിന്റെ തലയില്ലാത്ത ഭൂപടം കേരളത്തിലെ കോൺഗ്രസിന്റെ എക്സ് ഹാൻഡിലാണ് ഷെയർ ചെയ്തത്. കശ്മീരിന്റെ ഭാഗങ്ങൾ പാകിസ്ഥാനും ചൈനയ്ക്കും വിഭജിച്ച് നൽകിയാണ് ഭൂപടം. പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനത്തെ പരിഹസിക്കാനിട്ട പോസ്റ്റിലാണ് രാജ്യത്തെ അപമാനിച്ചത്. വിവാദമായപ്പോൾ ഇത് പിൻവലിച്ചു. ഞെട്ടിക്കുന്ന സംഭവം എന്നാണ് BJP ഇതിനെ വിശേഷിപ്പിച്ചത്. ഡൽഹിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്താണ് ഈ ഭൂപടത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഭൂപടത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്ത്യയുടെ തലയില്ലാത്ത ഭൂപടം കോൺഗ്രസ് ഷെയർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനം നടക്കുകയാണ്. ആ വിദേശ പര്യടനത്തെ അപമാനിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത സോഷ്യൽ മീഡിയ എക്സ് ഹാൻഡിലിൽ ഷെയർ ചെയ്ത ഭൂപടമാണ് അത്. ആ ഭൂപടത്തിലാണ് രാജ്യത്തിൻ്റെ ഭൂപടത്തിന് തലയില്ലാതെ അവർ വരച്ചു വെച്ചിരിക്കുന്നത്. അതിൽ ചൈനയ്ക്കും പാകിസ്ഥാനുമായി കശ്മീരിൻ്റെ ഭാഗങ്ങൾ വിഭജിച്ച് നൽകിയ രീതിയിലാണ് ഈ ഭൂപടം ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത് ഷെയർ ചെയ്തത് മറ്റ് ഒരു യൂണിറ്റുമല്ല, അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്. അവരുടെ എക്സ് ഹാൻഡിലാണ് ഇത് ഷെയർ ചെയ്തത്. ഞെട്ടിക്കുന്നത് എന്നാൽ അത്ഭുതമില്ല എന്നാണ് BJP നേതാക്കൾ പ്രതികരിച്ചത്. അമിത് മാളവ്യ അത് തൻ്റെ എക്സ്പോസ്റ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഞെട്ടിക്കുന്ന സംഭവമാണ്, പക്ഷേ കോൺഗ്രസ് ആയതുകൊണ്ട് അത്ഭുതമില്ല എന്നുള്ളതാണ്. ഇതിനു മുൻപും സമാനമായ രീതിയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അമിത് മാളവ്യ പറയുന്നത്. അതിനാൽ തന്നെ ഇത് കരുതിക്കൂട്ടിയുള്ള നീക്കമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും നടക്കുന്നത് എന്നും അമിത് മാളവ്യ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം ആലോചിക്കേണ്ടത്, വളരെ കാലത്തെ പഴക്കമുള്ള രാജ്യം ഭരിച്ച പാർട്ടി കൂടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഘടകത്തിൻ്റെ പേരിലുള്ള എക്സ് പോസ്റ്റാണ്, എക്സ് ഹാൻഡിലാണ് രാജ്യത്തിന് തലയില്ലാതെ ഇന്ത്യയുടെ തല വെട്ടിമാറ്റിയ രീതിയിൽ ഈ പോസ്റ്റ് ഷെയർ ചെയ്തു വന്നത് എന്നുള്ളത് അപമാനകരം തന്നെയാണ്. ആ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നേതൃത്വം ഇതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. മുൻപും കോൺഗ്രസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അവരുടെ പോസ്റ്റുകളിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ അത്ഭുതമില്ലെന്ന് അമിത് മാളവ്യയെ പോലെയുള്ള BJP നേതാക്കൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വലിയ രോഷം കേരളത്തിലെ കോൺഗ്രസ് ഈ നീക്കത്തിനെതിരെ അണപൊട്ടുന്നുണ്ട്. എന്തായാലും ഔദ്യോഗിക പ്രതികരണങ്ങൾ ഇനി വന്നു തുടങ്ങേണ്ടതുണ്ട്. ആ പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രീകാന്ത്. കാരണം ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. വെറുതെ ഈ വിഷയത്തെ അങ്ങനെ കണ്ടു കളയാൻ കഴിയുമോ എന്ന് പറയുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ വർഷങ്ങൾ ഭാരതം ഭരിച്ച ഒരു പാർട്ടിയാണ് ഇത്തരത്തിൽ ഉത്തരവാദിത്ത ബോധമില്ലാതെ എന്ന് കൂടി പറയേണ്ടി വരും. രാജ്യത്തിനെ അപമാനിച്ചുകൊണ്ടുള്ളൊരു മാപ്പ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അവർ മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഈ തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് അപ്പുറം അങ്ങനെ നടപടികളിലേക്ക് അല്ലെങ്കിൽ ഒരു ഉത്തരം പറയേണ്ട ബാധ്യത കോൺഗ്രസിനില്ലേ ഈ വിഷയത്തിൽ? വീണ, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഒന്ന് ഓർക്കേണ്ടത്, ഈ അടുത്ത് കോഴിക്കോട് ഒരു സ്ഥാപനം സമാനമായ രീതിയിൽ ഇത്തരത്തിൽ തലയില്ലാത്ത ഭൂപടം ഷെയർ ചെയ്തു. അത് അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ്. അത് ഷെയർ ചെയ്തതിൻ്റെ പേരിൽ രാജ്യദ്രോഹത്തിനാണ് കേസെടുത്തത്. ഓർക്കേണ്ട കാര്യം, കേരള പോലീസാണ് കേസെടുത്തത്. എടുത്ത കേസ് രാജ്യദ്രോഹത്തിനാണ്. അത് നടന്നിട്ടിപ്പോൾ ഒരാഴ്ച മാത്രമേ ആകുന്നുള്ളൂ. അത് അടിവരയിട്ട് പറയേണ്ട സംഭവമാണ്. കാരണം അങ്ങനെ ഒരു സംഭവം നടന്നുപോയി. അത് അവർ ബോധപൂർവം ചെയ്തതല്ല, അതിൽ അബദ്ധം പറ്റിപ്പോയതാണ്. അതവർ ക്ഷമ പറഞ്ഞു, ഖേദം പ്രകടിപ്പിച്ചു. ഏറ്റവും ഒടുവിൽ അവർക്കെതിരെ എന്നാലും ആ ഖേദം പ്രകടിപ്പിച്ചാലും ക്ഷമ പറഞ്ഞാലും രാജ്യത്തിൻ്റെ തലയില്ലാത്ത ഭൂപടം ആയതിനാൽ കേസെടുക്കുകയും ചെയ്തു. വെറും കേസല്ല എടുത്തത്, രാജ്യദ്രോഹത്തിനാണ് കേസെടുത്തത്. അതിനാൽ തന്നെ കോൺഗ്രസ് ഈ ചെയ്ത പ്രവൃത്തിക്ക്, അത് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ലഭ്യമാണ്. കോൺഗ്രസ് ഈ ചെയ്ത പ്രവൃത്തിക്ക് കേരള പോലീസ് എന്ത് കേസാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത്, എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. സ്വാഭാവികമായും ഇരട്ട നീതി പാടില്ല. കോൺഗ്രസിൻ്റെ ഈ നേതാക്കൾക്കെതിരെ, നേതൃത്വത്തിനെതിരെ സ്വാഭാവിക നടപടി, എല്ലാവർക്കും ഒരുപോലെയാണ് നിയമമെങ്കിൽ രാജ്യദ്രോഹത്തിന് കേസെടുക്കേണ്ടതാണ്. അത് കേരള പോലീസ് ചെയ്യുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അത് മാത്രമല്ല, BJP നേതാക്കൾ, കേരളത്തിലെ BJP നേതാക്കൾ ഇതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ നൽകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. ഇനി ഇതിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്ത് പ്രതികരണമാണ് നടത്താൻ പോകുന്നത് എന്നുള്ളതും ഏറെ ആകാംക്ഷ ഉണർത്തുന്ന കാര്യമാണ്. കാരണം കോൺഗ്രസ് ഏതാണ്ട് 70-75 വർഷക്കാലം രാജ്യം മുന്നോട്ട് പോയതിൽ അതിൻ്റെ സിംഹഭാഗവും ഈ രാജ്യത്തെ ഭരിച്ചത് കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ്സാണ് തലയില്ലാത്ത രാജ്യത്തെ, തലയില്ലാത്ത
ഭാരതത്തിൻ്റെ ഭൂപടം ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഈ എക്സ്പോസ്റ്റുകൾ എല്ലാ കാലത്തും വിവാദമായിട്ടുണ്ട്. അമിത് മാളവിയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ മുൻപും സമാനമായ രാജ്യദ്രോഹ പ്രവൃത്തികൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് അമിത് മാളവിയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഒന്ന്, കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണം. രണ്ട്, BJPയും അതോടൊപ്പം ദേശീയ പ്രസ്ഥാനങ്ങളുമൊക്കെ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. മൂന്നാമത്, കേരള പോലീസ് ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ്. ഇതിൽ ഇരട്ട നീതി പാടില്ല എന്നുള്ളതാണ് സാധാരണ ഇത്തരം കാര്യങ്ങളിലെ എല്ലാം വസ്തുത. അതിനാൽ തന്നെ അവർക്കെതിരെ കർശനമായ നിലപാട്, രാജ്യദ്രോഹ കേസ് ചുമത്താൻ തയ്യാറാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. തലയില്ലാത്ത ഇന്ത്യയെയാണ് കോൺഗ്രസ്സിന് വേണ്ടതെങ്കിൽ ആ രീതിയിൽ കോൺഗ്രസ് ചെയ്തിരിക്കുകയാണ്. കേരള പോലീസ് തലയില്ലാത്ത രാജ്യത്തെയാണോ ഇന്ത്യയാണോ അംഗീകരിക്കുന്നത് എന്നുള്ളതും കാത്തിരുന്ന് കാണാം. ശ്രീകാന്ത്, ഇതിപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ആണ് ഇത്തരത്തിലൊരു മാപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പിന്നീട് വിവാദമായപ്പോൾ അത് പിൻവലിക്കുന്ന സാഹചര്യവും. പക്ഷേ ഇത് രാജ്യത്താകമാനം ഇപ്പോൾ ചർച്ചയായ സാഹചര്യമാണുള്ളത്. അങ്ങനെ നോക്കിയാൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും ഈ വിഷയത്തിൽ പ്രതികരിച്ചേ മതിയാവുകയുള്ളല്ലോ. ഞാൻ ശ്രീകാന്തിലേക്ക് വരാം. ശ്രീ RV ബാബു നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചെയ്തിട്ടുണ്ട്. ശ്രീ RV ബാബു, നിരുത്തരവാദപരമായ ഒരു നിലപാട് എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ, അതോ അവരുടെ നിലപാട് അവരറിയാതെ തന്നെ അങ്ങ് വന്നുപോയതാണോ ഈ മാപ്പിലൂടെ? താങ്കൾ കരുതുന്നത് എന്താണ്? ഒരു ആകസ്മികമായിട്ട് സംഭവിച്ച ഒരു അബദ്ധം എന്നുള്ള നിലയ്ക്ക് സംഭവിച്ച ഒരു കാര്യമാണ് ഇത് എന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം ഈ കോൺഗ്രസിന്റെ കേരളത്തിലെ ഈ സോഷ്യൽ മീഡിയ എക്സ് ഹാൻഡിൽ എന്ന് പറയുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. ഇത്തരം കാര്യം ഇപ്പൊ പഹൽഗാമിലെ സംഭവം ഉണ്ടായപ്പോൾ പഹൽഗാമിൽ പാകിസ്ഥാൻ എന്താണോ പറയുന്നത് അതേ രീതിയിലുള്ള ഒരു വാദം പാകിസ്ഥാനിൽ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ ലോകത്തോട് പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെയാണ് എക്സ് ഹാൻഡിലൂടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചത്. കോൺഗ്രസ് നേതൃത്വം ഇതിന്റെ സോഷ്യൽ മീഡിയ ആ കമന്റാണ് പാകിസ്ഥാൻ അവരുടെ പ്രചരണത്തിന് ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിച്ചതെന്ന് അന്ന് നമുക്കറിയാം. പിന്നീട് അത് അവർ പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോ ഭീകരവാദികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന, ഭീകരവാദത്തെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള കമന്റ് ഇത് ആദ്യത്തേതല്ല. അതേപോലെ തന്നെയാണ് ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരായിട്ട് ഭാരതത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഭാഗമാണ് കാശ്മീർ എന്നിരിക്കെ കാശ്മീരിനെ ഉൾപ്പെടുത്താത്ത തരത്തിലുള്ള കാശ്മീരില്ലാത്ത ഒരു ഭൂപടം പ്രസിദ്ധീകരിച്ചുകൊണ്ട് കോൺഗ്രസ് വീണ്ടും ഈ രാജ്യത്തെ അപമാനിച്ചിരിക്കുന്നത്, ഈ ജനങ്ങളെ അപമാനിച്ചിരിക്കുന്നത്. അപ്പോ പ്രതിഷേധം വരുമ്പോൾ പിൻവലിക്കുന്നു എന്നുള്ളത് നിവൃത്തികേട് കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് തികച്ചും കാരണം ഇത്തരം ഭൂപടം തെരഞ്ഞെടുക്കുമ്പോൾ കോൺഗ്രസ് പോലുള്ള ഒരു സംഘടന, ഉത്തരവാദിത്തപ്പെട്ട സംഘടനകൾ, ഏതെങ്കിലും ഒരു സ്ഥാപനം ചെയ്താൽ നമുക്കത് മനസ്സിലാക്കാം അവർക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന ഇത് ചെയ്യുമ്പോൾ ഇത് വേണ്ടത്ര ചിന്തിക്കാതെ ചെയ്തു എന്നൊന്നും പറയാൻ നിവൃത്തിയില്ല. അവരറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യമാണ്. കാശ്മീരിന്റെ കാര്യത്തിൽ അവർക്ക് ആ നിലപാടുള്ള അവർ പാകിസ്ഥാന്റെ വാദത്തോടൊപ്പമാണ് എന്ന് വേണം പറയാനായിട്ട്. കോൺഗ്രസിന്റെ ഈ നിലപാട് ഇതിപ്പോ തുടർച്ചയായിട്ട് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ദേശീയ തലത്തിൽ തന്നെ അത് ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം കാശ്മീർ ഇന്ത്യയുടേതല്ലെന്നാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് ഇന്ത്യയിൽ ബാക്കി ഭാഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിൽ പ്രവർത്തിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ജമ്മു കാശ്മീർ എന്നുള്ള പേരിലാണ്. അത് വേറെ പേരിലാണ്. എന്ന് വെച്ചാൽ അവര് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ അതേ വാദം തന്നെയാണ് ഇപ്പൊ കോൺഗ്രസ് ഉയർത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ. ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള കൂട്ടുകെട്ട് അത് വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ കോൺഗ്രസ് ആസൂത്രിതമായിട്ട് നടത്തുന്ന ഒരു പ്രചരണമായിട്ട് വേണം ഇതിനെ കാണാൻ. ശക്തമായിട്ട് കോൺഗ്രസ് ഇതിനെതിരായിട്ടുള്ള മറുപടി പറയേണ്ടി വരും. തീർച്ചയായും വളരെ നന്ദി പ്രതികരിച്ചതിന്. ശ്രീകാന്ത്, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇത് കരുതിക്കൂട്ടിയുള്ള നീക്കം തന്നെയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ശ്രീകാന്ത്. ഞാൻ സൂചിപ്പിച്ചത് അതാണ്. ഇത് ദേശീയ തലത്തിൽ പോലും ചർച്ചയായ ഒരു ഘട്ടത്തിൽ എല്ലാവരും ശ്രദ്ധിച്ച ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും ഇടപെടേണ്ടി വരില്ലേ ഈ വിഷയത്തിൽ? വീണ, സ്വാഭാവികമായും ഈ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വരും. കാരണം രാജ്യത്തിൻ്റെ തലയാണ് വെട്ടിമാറ്റി കോൺഗ്രസിൻ്റെ ഒരു ഘടകം, ഒരു സംസ്ഥാന ഘടകത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഇത്തരത്തിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത്. അതായത് കോൺഗ്രസ് എത്ര കാലം ഈ രാജ്യം ഭരിച്ചതാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. സ്വാതന്ത്ര്യ സമരത്തിലടക്കം അവർക്ക് നിർണായക പങ്കുണ്ടായിരുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ്സാണ് ഇപ്പോൾ
ഈ RV ബാബു പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടിയതിന് ശേഷം ഇത്തരത്തിൽ ഈ രാജ്യത്തിൻ്റെ തല തന്നെ അറുത്തു മാറ്റിക്കൊണ്ടുള്ള ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പങ്കുവെക്കുന്നത് എവിടെ നിന്നാണ് ഇതിൻ്റെ ഇത്തരത്തിൽ ഈ ഷെയറിങ് നടക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായും അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്നുമോ കേരളത്തിൽ നിന്നോ ആണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കുന്നതെങ്കിൽ കർശനമായ നടപടി, രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തേണ്ട വിഷയം തന്നെയാണ് ഇത്. ഇതിൻ്റെ അഡ്മിൻ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം ഇതിനോടകം തന്നെ നടക്കേണ്ടതായിരുന്നു. പക്ഷേ ഇതുവരെയും നടന്നതായി അറിയില്ല. ഇതിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനും പ്രതികരിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ ഈ ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് ഡൽഹിയിലെത്തി വിശദീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷം വരുന്ന ഈ ഞെട്ടിക്കുന്ന എന്നാൽ അത്ഭുതപ്പെടാനില്ലാത്തത് എന്ന് അമിത് മാളവിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞ ഈ വിഷയം എന്തായാലും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും മറുപടി പറയേണ്ട വിഷയം തന്നെയായിരിക്കും. കാരണം അറുത്തുമാറ്റപ്പെട്ടത് രാജ്യത്തിൻ്റെ തലയാണ്. അതിനാൽ കോൺഗ്രസ് മറുപടി പറഞ്ഞേ തീരൂ. ഓക്കെ, ശരി. ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ശ്രീകാന്ത്, ഈ രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനെ പോലെയുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ശ്രീകാന്ത് നേരത്തെയും സൂചിപ്പിച്ചിരുന്നു, ഇതുപോലുള്ള നടപടികൾ ഇതിനു മുൻപും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള കാര്യം. ആ സമയത്തൊക്കെ എടുത്ത നിലപാടുകൾ, കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാടുകൾ എന്തായിരുന്നു? ഇതിനെതിരെയും കേസുകൾ വരുമ്പോൾ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെട്ടത്? മുൻപും സമാനമായ വിഷയങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും നിയമ നടപടികളിലേക്ക് ഇത് പോയി എന്ന് കരുതുന്നില്ല. കാരണം അന്ന് അതിരൂക്ഷ വിമർശനങ്ങൾ നേതാക്കളുടെ വിവിധ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ കേസിലേക്കും നിയമ നടപടികളിലേക്കും അത് പോയി എന്ന് കരുതുക വയ്യ. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യവുമല്ല. പക്ഷേ വിമർശനങ്ങൾ ആ ഘട്ടത്തിൽ ഉയർന്നിട്ടുണ്ട്. അവർ അത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം പോസ്റ്റുകൾ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ്. പക്ഷേ മാപ്പ് പറയുകയോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അത് പിൻവലിയുക എന്നുള്ളതാണ് കോൺഗ്രസ് ചെയ്തിരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ കോൺഗ്രസിനോട് ഒരു കാരണവശാലും ക്ഷമിക്കാനാകില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം രാജ്യത്തിൻ്റെ തലയറുത്താണ് കോൺഗ്രസ് ഇട്ടിരിക്കുന്നത്. അത് പാകിസ്ഥാനും ചൈനയ്ക്കുമായി വിഭജിച്ച് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ്. കശ്മീരിൻ്റെ 2 ഭാഗങ്ങൾ കോൺഗ്രസ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഷെയർ ചെയ്തിരിക്കുന്നതിലൂടെ അവർ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനും ചൈനയ്ക്കുമായി വിഭജിച്ച് നൽകുകയാണ്. അതായത് അക്ഷരാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ തലയറുക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ചെയ്തത്. ഒരുപക്ഷെ പഹൽഗാമിലൊക്കെ ഈ പാക് ടെററിസ്റ്റുകൾ ചെയ്തതിനേക്കാൾ വലിയ ഹീനമായ കുറ്റകൃത്യം കോൺഗ്രസ് ചെയ്തിരിക്കുന്നു. ഇത് ഒരു സാധാരണ ഒരു സ്ഥാപനം ഞാൻ നേരത്തെ ഒരു സ്ഥാപനത്തിൻ്റെ കാര്യം പറഞ്ഞു. അവർ ചെയ്തപ്പോൾ രാജ്യദ്രോഹ വകുപ്പാണ് ചുമത്തി കേസെടുത്തത്. സ്വാഭാവികമായും ആ നിലപാടാണ് കേരള പോലീസിനുള്ളതെങ്കിൽ കേരള പോലീസ് ചെയ്യേണ്ടത് രാജ്യത്തിനെതിരായ യുദ്ധമായി ഇതിനെ കാണണം. തിരിച്ചു വരാം. ശശികല ടീച്ചർ ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശശികല ടീച്ചർ, ഇത് തുടർച്ചയായി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കൃത്യമായി കേസെടുക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കേണ്ട നിലപാട്, ഉത്തരവാദിത്വപരമായ ഒരു നിലപാട് ഇതാണോ എന്ന ചിന്തയാണ് തുടർച്ചയായി നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അത് എന്താന്ന് പറഞ്ഞാല് അത് കോൺഗ്രസിന്റെ ജനിതക സ്വഭാവമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കാശ്മീരിനെ ഈ കോലത്തിൽ എത്തിച്ചത് കോൺഗ്രസ് ആണ്, അതിന്റെ നേതാക്കളുമാണ്. അവർക്ക് രാഷ്ട്രമെന്ന കാഴ്ചപ്പാട് അല്ലെങ്കിൽ അഖണ്ഡ ഭാരതം എന്ന കാഴ്ചപ്പാട് ഇല്ലാത്തതിന്റെ ബാക്കിയാണ്. നമുക്ക് രാഷ്ട്ര വിഭജനം തൊട്ട് നമുക്കറിയാം അവിടെ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പാളിയിട്ടുണ്ട് എന്നുള്ളത്. അതിനപ്പുറമാണ് കാശ്മീരിനെ ഒരു പ്രശ്നബാധിത പ്രദേശമായി നിലനിർത്തിയതിന്റെ പ്രധാന പങ്ക്. കാശ്മീരിലെ തീവ്രവാദികളോടൊപ്പം തന്നെ അതിൽ കോൺഗ്രസിന്റെ പങ്ക് നമുക്ക് തള്ളിക്കളയാൻ സാധ്യമല്ല. കാശ്മീർ നഷ്ടപ്പെടുത്തിയതും കോൺഗ്രസ് ആണ്. നമുക്ക് ഈ പറഞ്ഞ കാശ്മീർ ഒരു വിഷയമായതും LOCക്ക് അപ്പുറം നമ്മുടെ ഭരണപരിധിയിലാണോ എന്നുള്ള അതൊക്കെ നമുക്ക് അത്തരമൊരു അവസ്ഥ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. അപ്പൊ കോൺഗ്രസിനെ കാശ്മീർ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് അവരിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു ആവശ്യമാണ്. അത് കോൺഗ്രസിന്റെ ആവശ്യമാണ്. കാരണം എന്നാലാണ് അവര് ലക്ഷ്യം വെച്ചത്. കാശ്മീര് ഇത്തരത്തിൽ നഷ്ടപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് കാശ്മീരിനെ പ്രശ്നബാധിതമായി നിലനിർത്തിയത്. നമുക്കറിയാം നമ്മുടെ പട്ടാളക്കാർ അന്ന് രാജ്യവിഭജനം കഴിഞ്ഞ് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി വിഭജനത്തിന്റെ ബഹളത്തിലൊക്കെയും കാര്യമായി നമുക്ക് ആയുധങ്ങളോ ഇതൊന്നും ഇല്ലാത്ത കാലത്തും നമ്മുടെ പട്ടാളക്കാർ ധീരമായി പാകിസ്ഥാൻ കടന്നുകയറ്റക്കാരെ പറഞ്ഞയച്ചിട്ടുണ്ട്, പാകിസ്ഥാനെ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് ആ കാശ്മീർ പൂർണ്ണമായി മോചിപ്പിക്കാൻ കഴിയുന്നതിന് മുമ്പ് ഐക്യരാഷ്ട്രസഭയെ ചെല്ലുകയും അത് പ്രശ്നമാക്കുകയും വെടിനിർത്തൽ നടത്തുകയൊക്കെ ചെയ്തിട്ട് കാശ്മീർ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചത് കോൺഗ്രസ് ആണ്. അപ്പൊ കോൺഗ്രസിന് ഇനി അത് തീരണമെങ്കിൽ ആ കാശ്മീർ നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ അവർക്ക് സമാധാനമുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരുടെ ഉള്ളിലിരിപ്പാണ് ഈ ഭൂപടത്തിലൂടെ പുറത്തു വന്നത്.
അപ്പോൾ Yes. കേസെടുക്കണം എന്നുള്ളത് മൂന്നരത്തരം രാജ്യദ്രോഹമാണ് ചെയ്തത്. കേസെടുക്കണം, പക്ഷെ കേവലം കേസ് മാത്രമല്ല. കാരണം ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതൊരു ഭീകരവാദ പ്രസ്ഥാനമായിരുന്നുവെങ്കിൽ നമുക്ക് കേസോ അനന്തര നടപടികളോ മാത്രം മതിയായിരുന്നു. പക്ഷെ കോൺഗ്രസ് അങ്ങനെ ഒരു ഭീകരവാദ പ്രസ്ഥാനമല്ല എന്നാണ് ജനങ്ങൾക്ക് മുന്നിൽ അവരിപ്പോ വേഷം കെട്ടി നിൽക്കുന്നത്. ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ വേഷമാണ്. അതുകൊണ്ട് തന്നെ അത് ജനാധിപത്യപരമായി ചർച്ച ചെയ്യണം. ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഭാഗം അഖണ്ഡമായി നിലനിർത്തുന്നതിന് പകരം അതിനെ കഷ്ണം മുറിച്ച് ഇപ്പോഴും നഷ്ടപ്പെടുത്താവുന്ന ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അവരിനിയും ജനാധിപത്യത്തിന്റെ പേരിൽ നമുക്ക് മുന്നിൽ വരാമോ? അപ്പൊ ഇത് ഒന്ന് കേസെടുക്കണം. മാതൃകാപരമായി തന്നെ. കാരണം സാധാരണ വ്യക്തികൾക്ക് പറ്റുന്ന തെറ്റല്ല ഇത്. വ്യക്തികൾക്ക് പറ്റുന്ന തെറ്റ് ഒരു പക്ഷേ കേസിലൂടെയോ ശിക്ഷയിലൂടെയോ നമുക്ക് ഒഴിവാക്കാം. ഇത് വ്യക്തികൾക്ക് പറ്റുന്നതല്ല, ഒരു പ്രസ്ഥാനം ബോധപൂർവം ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് രണ്ട് തരത്തില് ഇത് കേസെടുത്ത്, രാജ്യദ്രോഹത്തിന് കേസെടുത്ത് അവരെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ രജിസ്ട്രേഷൻ വരെ ഇല്ലാതാക്കാന്നുള്ളതാണ്. കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കും ഇങ്ങനെയൊക്കെ. അപ്പൊ ആ നിലയിൽ അത് കേസെടുത്ത് മുന്നോട്ട് പോകണം. ഒപ്പം ജനാധിപത്യപരമായി ഇത് വളരെ വലിയ തോതിൽ ചർച്ച ചെയ്യണം. ഇനി ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് ജനങ്ങളെ സമീപിക്കാനുള്ള അവകാശം ഉണ്ടോ എന്ന നിലയിൽ തന്നെയാകണം ആ ചർച്ച. യെസ്, വളരെ നന്ദി ശശികല ടീച്ചർ. ശശികല ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഇതവരുടെ നിലപാടായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് തുടർച്ചയായി ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നതിനെ എതിർക്കേണ്ടതാണ് എന്ന കാര്യവും കൂടിയാണ്. ഒപ്പം കേരള പോലീസ് ഈ വിഷയത്തിൽ നിന്ന് നിലപാടെടുക്കും എന്നുകൂടിയാണ് നോക്കുന്നത്. രാജ്യത്തെ അപമാനിച്ചുകൊണ്ടാണ് ഭാരതത്തിൻ്റെ തലയില്ലാത്ത ഭൂപടം കേരളത്തിലെ കോൺഗ്രസിൻ്റെ എക്സ് ഹാൻഡിൽ ഷെയർ ചെയ്യപ്പെട്ടത്. പിന്നീട് വിവാദമായപ്പോൾ ഇത് പിൻവലിക്കുകയായിരുന്നു.